വിലവൂർക്കോണം ചെന്തിപ്പിൽ LPS സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം എല്ലാവരെയും സമുദ്രതീരത്തേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ചു. സമുദ്രതീരം കൂട്ടുകുടുംബത്തിലേക്ക് ചെന്തിപ്പിൽ LPS സ്കൂളിലെ സീനിയർ അസിസ്റ്റൻ്റായ ജയലക്ഷ്മി ടീച്ചർ, അധ്യാപിക പ്രിയ ടീച്ചർ, സ്കൂളിലെ അധ്യാപകൻ കൂടിയായ അസ്സലാം, നേരത്തെ മുൻ ദിവസങ്ങളിൽ ചെന്തിപ്പിൽ LPS സ്കൂളിലെ കുട്ടികൾ ഈ കുടുംബത്തിലെത്തുകയുണ്ടായിട്ടുണ്ട്. അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും നമ്മളോടൊപ്പം ചേരുകയും ഈ അച്ഛന്മാർക്ക് വേണ്ടുന്ന സന്തോഷ ദിവസങ്ങൾ ഇവിടെ നടത്തിയതിന് ശേഷമാണ് പുറത്തേക്ക് പോയത്. ഇന്ന് അവർ വന്നിരിക്കുന്നത് ഇവിടുത്തെ അച്ഛന്മാർക്ക് വേണ്ടുന്നുള്ള പൊതിച്ചോറുകളുമായിട്ടാണ്. നമ്മളെല്ലാ ദിവസവും ഇവിടെ ആഹാരം പാചകം ചെയ്ത് കഴിക്കുമ്പോൾ ഇന്ന് കുട്ടികൾ കളക്ട് ചെയ്ത പല വീടുകളിൽ നിന്നും കൊണ്ടുവന്ന പൊതിച്ചോറുകളാണ്. നമ്മൾ പൊതിച്ചോറ് കഴിച്ചിട്ട് ഒരുപാട് മാസങ്ങളായല്ലേ. ഓരോ വീട്ടിൽ നിന്നും പല തരത്തിലുള്ള കറികളും അത് ഇലയിൽ പൊതിഞ്ഞ് ഒരു പൊതിയാക്കി ഇവിടെ എത്തിച്ചത് ഏറെ സന്തോഷമാണ് ഞങ്ങൾക്ക്. 67ാമത്തെ സ്കൂളിലെ കുട്ടികളാണ് ഇന്ന് ഈ സമുദ്രതീരം കൂട്ടുകുടുംബത്തിലേക്ക് എത്തിച്ചേർന്നത്. 10 കുട്ടികൾ ഇവിടെ എത്തിയെങ്കിലും എനിക്ക് തോന്നുന്നു 11 കുട്ടികൾ ആ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അധ്യാപകൻ കൂടി ഈ കൂട്ടത്തിലുണ്ടത് ഏറെ സന്തോഷമാണ്. ഇപ്പം നമ്മൾ പല സ്കൂളുകളിൽ പോകുന്നെങ്കിലും ആ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അധ്യാപകനാണെന്ന് തോന്നുന്നു. അല്ലേ ടീച്ചർ? എങ്ങനല്ലേ? തീർച്ചയായും കുട്ടികൾക്ക് ഏറെ സന്തോഷമായിരിക്കും. കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ചെന്തിപ്പിൽ LPS സ്കൂളിൽ നടക്കുന്നത്. മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് സ്കൂളിന് നല്ല വികസനം നടന്നിട്ടുണ്ട്. കുട്ടികളെ എണ്ണത്തിലായാലും കുട്ടികളെ കലാപരിപാടികളിലായാലും അതിനുപരി കുട്ടികളുടെ സ്കൂളിൻ്റെ മികവുറ്റ സ്കൂളുകളാക്കി മാറ്റുന്നതിലും ചെന്തിപ്പിൽ LPS സ്കൂളിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. സീനിയർ അസിസ്റ്റന്റ് ജയലക്ഷ്മി, അധ്യാപകരായ പ്രിയ, അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന സീഡ് ക്ലബ്ബ് എന്ന ഒരു ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഞങ്ങൾ ഈ പൊതിച്ചോറ് നമ്മുടെ കുട്ടികളിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓരോ കുട്ടിയും ഓരോ വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന പൊതിച്ചോറുകളാണ്. അപ്പം അത് പൊതിച്ചോറ് മാത്രമായിട്ടല്ല കണക്കാക്കേണ്ടത്. നിങ്ങൾ ആ കുഞ്ഞു മക്കളുടെ സ്നേഹം കൂടിയാണത്. അപ്പോൾ അത് കൊണ്ടുവരാൻ കുട്ടികൾ വളരെ താല്പര്യത്തോടെ നിങ്ങൾക്ക് കൊണ്ടുതരാൻ എല്ലായ്പ്പോഴും അവർ നല്ല മനസ്സോടെ നിങ്ങൾക്ക് സമുദ്രതീരത്തിലായാലും അതുപോലെ ഞങ്ങൾ ഗാന്ധി ഭവനിലും കൊടുക്കുന്നുണ്ട്, വേളമാനൂർ ഗാന്ധി ഭവനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മാസവും ഇടവിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞങ്ങളിതുപോലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ പരിചയം ഉണ്ടായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും ഞങ്ങളെ പരിചയം ഉണ്ടായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ വർഷവും വന്നിരുന്നു, കുട്ടികളുമായിട്ട് വന്നിരുന്നു. അപ്പോൾ ആ പൊതിച്ചോറിനോടൊപ്പം അത് പൊതിഞ്ഞുകൊണ്ട് വരുന്ന സ്നേഹം കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ, ഇപ്പം ടീച്ചർ പറഞ്ഞ കണക്ക് നമ്മുടെ കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൊതിച്ചോറ് വളരെ സന്തോഷത്തോടെ നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴേ എല്ലാ കുട്ടികളും ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. ഓരോരുത്തരും ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് 1, 2, 3, 4 പൊതികൾ വീതം കൊണ്ടുവന്നവരുമുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ കൊണ്ടുവന്ന് പിന്നെ അവരുടെ സ്നേഹ പൊതികളാണ് അത്. അപ്പോൾ അതെല്ലാവരും സന്തോഷത്തോടെ കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തോടെ സുഖത്തോടെ സന്തോഷത്തോടെ കഴിയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ആദ്യത്തെ തവണയല്ല, 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ആദ്യവും നമ്മൾ കുട്ടികളുമായിട്ട് ഇവിടെ പങ്കെടുക്കുകയും പൊതിച്ചോറ് വിതരണം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ടീച്ചർമാരൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും പൊതിച്ചോറുകൾ മാത്രമല്ല, കുട്ടികളുടെയും ഞങ്ങളുടെയും സ്നേഹങ്ങൾ കൂടെ പൊതിഞ്ഞിട്ടുള്ള പൊതികളാണ്. അത് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കഴിക്കണം.
എല്ലാ പ്രാവശ്യവും വരുമ്പോൾ നിങ്ങൾക്ക് തരാനായിട്ട് എൻ്റെ കയ്യിലുള്ളതാകെ ഞാൻ പാടുന്ന പാട്ടുകൾ മാത്രമാണ്. അപ്പോൾ ഇപ്രാവശ്യവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുകയാണ്. 2 വരിയേ ഉള്ളൂ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങു പിറന്നു പണ്ടിളം മോളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. താങ്ക് യു. സ്കൂളിലെ മാതൃഭൂമി സീഡ് ക്ലബിന്റെ അമൃതാന്നം പൊതിച്ചോർ വിതരണത്തിന്റെ ഭാഗമായി അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന പൊതിച്ചോർ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അച്ഛനമ്മമാർക്ക് കൈമാറി. തുടർന്ന് മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും വേണ്ടി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. താരം വെണ്ടിച്ചുറച്ചവൻ വീരുത്താനേ, ജനങ്ങളെ പാകുത്താനേ, വാശിയുമാടുത്താനേ. സമയത്തിൽ പൂലി ഹംസ ഈടത്തോരാം, പടകൊടുത്താളൻ തോരാം, കുനിവിലെ നീലൻ തോരാം. താരം വെണ്ടിച്ചുറച്ചവൻ വീരുത്താനേ, ജനങ്ങളെ പാകുത്താനേ, വാശിയുമാടുത്താനേ. സമയത്തിൽ പൂലി ഹംസ ഈടൻ തോരാം, പടകൊടുത്താളൻ തോരാം, കുനിവിലെ നീലൻ തോരാം. പരിശിൽ കണ്ടവൻ പിമ്പില്ലാണുന്താനേ, പരിശിൽ കണ്ടവൻ പിമ്പില്ലാണുന്താനേ. മിർമിയലേറിന്താനേ അവരുടെ പൂരം താനേ, അവരോടെ ഷറഫാലും ഫാലാലെ ഫല ഫല ഓബൈദാനേ, എനമിനും താലം താനേ. താരം വെണ്ടുറച്ചവൻ വീരുത്താനേ, ജനങ്ങളെ പാകുത്താനേ, വാശിയുമാടുത്താനേ. സമയത്തിൽ പൂലി ഹംസ ഈടൻ തോരാം, പടകൊടുത്താളൻ തോരാം, കുനിവിലെ നീലൻ തോരാം. അരുളും തൻറിയിലവർക്ക് ഈറയോനെ, അരുളും തൻറിയിലവർക്ക് ഈറയോനെ. സിദ്ലഹു ഷറഫാനെ ഫലലുടെ ദാരജാനെ, പടബേങ്കക്കയിൽ മേൽ പാലിന്താനെ, അതിൽ വിധി പേടുന്താനെ, പുവിയിലെ വീളുന്താനെ. താരം വെണ്ടിച്ചുറച്ചവൻ വീരുത്താനെ, ജനങ്ങളെ പാകുത്താനെ, വാശിയുമാടുത്താനെ. സമയത്തിൽ പൂലി ഹംസ ഈടൻ തോരാം, പടകൊടുത്താളൻ തോരാം, കുനിവിലെ നീലൻ തോരാം. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ, ആരു നീ ദേവതേ. മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ, മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ. മഴവിൽ നാട്ടിലെ കന്യക
ചൂടുന്ന മഴവിൽ നാട്ടിലെ കന്യക ചൂടുന്ന മരതക മാണിക്ക മണിയാണോ അനുരാഗ ഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ ആരു നീ ദേവതേ പൂമണിമാരൻ്റെ മാനസക്ഷേത്രത്തിൽ